കിസാൻ സമ്മാൻ നിധി കിട്ടുമോ അതോ തടയപ്പെടുമോ? കേരളം മുഴുവനുള്ള ഒരു ആശങ്കയാണ് ഇത്. കേരള സംസ്ഥാന സർക്കാരിന്റെ കതിർ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി തടയപ്പെടും എന്നുള്ള ഒരു പ്രചരണം സംസ്ഥാനത്തെ കൃഷി ഓഫീസർമാർ മുഖേന ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട കേരളത്തിന്റെ കാർഷിക വിശദാംശങ്ങൾ കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ അന്ന് കേരള സംസ്ഥാന സർക്കാർ വിസമ്മതിച്ചു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടും കേരളം അതിനോട് സഹകരിക്കാതെ നിൽക്കുന്നതിനാൽ കേരളത്തിന് ലഭിക്കേണ്ടതായ കേന്ദ്ര കാർഷിക സഹായങ്ങൾ കുറഞ്ഞു. ആശങ്കയിലായ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് എല്ലാ കർഷകരും അവരുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ആരും അനുസരിക്കുന്നില്ല. കാരണം കേന്ദ്ര വിരുദ്ധമായിട്ടുള്ള മനോഭാവമാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേന്ദ്രത്തോട് സഹകരിക്കേണ്ട അവസ്ഥ കേരള സംസ്ഥാന സർക്കാരിന് വന്നതിനാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്സാഹിപ്പിക്കുകയാണ് കതിർ പോർട്ടലിൽ ചേരണം, കേന്ദ്രത്തിലേക്ക് വിശദാംശങ്ങൾ കൊടുക്കണം എന്ന്. വൈകി ഉദിച്ച വിവേകമാണെങ്കിലും ജനങ്ങളെ ഭയപ്പെടുത്തി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ആനുകൂല്യം നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ വേണമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യമാണ്. കതിർ പോർട്ടലിൽ കേരളത്തിലെ എല്ലാ കൃഷിക്കാരും അവരവരുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേന്ദ്ര ആനുകൂല്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തീർച്ചയായിട്ടും എല്ലാ കർഷകരും ഇത് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.